ഞാൻ സംഭവം ശരിക്കും പറയണേലേ ഒരു 500 പാട്ടോളം ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടാവും എന്തായാലും. അപ്പൊ അത് ലൈക്ക് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാണ്ടൊക്കെ എങ്ങനെയാ അത്? ഞാൻ എന്റെ വായിൽ വന്ന് തോന്നിയൊരു ട്യൂണില് പിന്നെ ഞാൻ എന്തായാലും ഒരു 500ന്റെ മുകളിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. അഫ്സൽക്കാക്ക് വേണ്ടിയിട്ടും വിധുവേട്ടന് വേണ്ടിയിട്ടും കുറെ പാട്ടുകൾ മ്യൂസിക് ലിറിക്സ് ചെയ്ത ആളാ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സത്യത്തിൽ ആ പാട്ട് ഏതാ രാഗം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വിചാരണൊക്കെ പാടിയൊരു പാട്ട് അഫ്സൽക്ക പാടിയ പാട്ടുകൾ കുറെ പാട്ടുകളും അന്ന് ഫേമസ് ആയിരുന്നു ആ കാലഘട്ടത്തില്. കൽവിൻ നിറയെ ഇഷ്ക് പകർന്നൊരു പൈങ്കിളി എന്ന് പറയുന്ന പാട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം അറിയും കുറെ പാട്ടുകൾ നാദൃശൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ ആദ്യം എഴുത്തുകാരൻ മാത്രമായിരുന്നു. അങ്ങനെ നാദൃശക്കാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് കൊല്ലം ഷാപ്പിയുടെ ശബ്ദം പോലെ ഉണ്ട് നിന്റെ ശബ്ദം വോയിസ്, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. പിന്നെ വിധുവേട്ടനും പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് ശരി. ഇക്ക ഇനി എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇക്ക ഒരു പാട്ട് ഒന്ന് പാടി തന്നാൽ ഞാൻ ഇങ്ങനെ ഈ മുറിയിൽ നിന്ന് പോയി തന്നേക്കാം. വീട്ടിൽ നിന്നേ പോകുന്ന ആളാ? അല്ലല്ല, ഈ മുറിയിൽ നിന്ന്. ഇഷ്ടമോദിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ, എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുപൂറും പൂവാകുമോ, എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നോ, കേട്ടിരുന്നോ? ഇപ്പോഴല്ല, ഇല്ല അന്ന് കേട്ടില്ല. ഞാൻ പാട്ട് കേൾക്കുന്നത് സുലേഖ മനസ്സിലായി. അന്ന് ചിലപ്പോ നീ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ അപ്പുറത്തെ മുറിയിലേക്ക് പോട്ടേക്കാം. ഓക്കെ, ഞാന് ഇക്കാരുടെ അടുത്ത് ചോദിക്കണം വിചാരിച്ചിട്ടിരിക്കുന്നു. ഇവിടെ കൊറേ ഫോട്ടോസ് കണ്ടപ്പോഴോ എനിക്ക് നമ്മുടെ ഷറഫുഖാന്റെ ഒരു ഷായ എവിടുന്നോ നിങ്ങക്ക് തോന്നിയോ? തോന്നിയെങ്കിൽ കമന്റ് ആവും. ആരും പറഞ്ഞിട്ടുണ്ടോ? അത് ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. അതാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും ഈ ടാബാണോ ദിലീപേട്ടൻ കൊടുത്തത്? ഇത് ദിലീപേട്ടൻ കൊടുത്ത ടാബ്. ശരി. ഓ നൈസ്. അത് അന്നമോള് ഇങ്ങനെ കളിച്ചിരുന്നിട്ട് അവിടെ വെച്ച് പോയില്ല. ഇപ്പൊ ആള് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ടാബുമ്മ തന്നെ. ഈ വീട്ടില് സൗകര്യം ഇല്ലാണ്ട് നല്ല സൗകര്യം ഉണ്ടല്ലോ. അല്ല, സൗകര്യം ഉണ്ട്. നമ്മളങ്ങനെ മറന്നു പറയാൻ പാടില്ലല്ലോ, കാരണം അതിൽ നിന്നല്ലേ ഞാൻ വന്നേ. പക്ഷെ ഇതേപോലെ നമ്മളെ ഇന്റർവ്യൂസിന് ആളുകൾ വരുമ്പോ അവർക്കൊരു പിന്നെ ഇവിടെ എപ്പോഴും ഗസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു സൗകര്യക്കുറവുണ്ട്.